ഹലോ ഗൈസ്, ജിതിനാണ് യുവർ സ്പിരിച്വൽ ബഡി. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ആസ്ക് മീ ക്വസ്റ്റ്യൻ സ്റ്റോറി ആയിരുന്നു. അതായത് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ആ സ്റ്റോറിക്ക് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആ സ്റ്റോറിക്ക് ഒരു ചേച്ചി വന്നിട്ട് ആസ്ക് മീ ക്വസ്റ്റ്യനകത്ത് വന്ന് ഒരു ടോപ്പിക്ക് ചെയ്യണം എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇതാണ്. അതായത് എന്തുകൊണ്ടാണ് ആളുകൾ കല്യാണത്തിന് ശേഷം പെട്ടെന്ന് സന്യാസത്തിലോട്ട് പോകുന്നത് എന്ന്. ഇപ്പോഴത്തെ ഒരു സെനാരിയോ വെച്ച് ചോദിച്ചൊരു ചോദ്യമാണ്, മനസ്സിലാവുന്നുണ്ട്. നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കും കൂടിയാണ്. കാരണം കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു തരാനുമുണ്ട് നിങ്ങളോട്. ഇതേപോലത്തെ ടോപ്പിക്സ് ഞാൻ നിങ്ങൾക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വരുന്ന വീഡിയോയ്ക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജസ് അയച്ചാലും മതി. ഞാൻ നിങ്ങളുടെ പേരോ നാളോ കാര്യങ്ങളോ ഒന്നും ഡിസ്ക്ലോസ് ചെയ്യുന്നതായിരിക്കില്ല. സേഫായിട്ട് തന്നെ ആയിരിക്കുള്ളൂ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലത്തെ ടോപ്പിക്സ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജസ് അയക്കുക. ഇനി ടോപ്പിക്കിലോട്ട് പോവാം. അതായത് എന്തുകൊണ്ടാണ് ആളുകൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം സന്യാസത്തിലോട്ട് അല്ലെങ്കിൽ സന്യാസം സ്വീകരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ലൈഫിനെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 4 സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജസിനെ സാൻസ്ക്രിറ്റിൽ ആശ്രമ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ആക്ച്വലി. 1ാമത്തെ സ്റ്റേജ് ആണ് ബ്രഹ്മചാര്യം അല്ലെങ്കിൽ ബ്രഹ്മചര്യ. ഈ പറയുന്ന സ്റ്റേജിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രഹ്മചര്യമല്ല, അതും ഉണ്ട്, ഇത് വേറെ ബ്രഹ്മചര്യ. ഈ പറയുന്ന സ്റ്റേജ്, അതായത് നിങ്ങളുടെ യങ്സ്റ്റർ സ്റ്റേജ്, ഈ പറയുന്ന സ്റ്റേജിനകത്തായിരിക്കുള്ളൂ നിങ്ങളുടെ അറിവുകൾ, കാര്യങ്ങളെല്ലാം നിങ്ങൾ നേടുന്നത്. ഓക്കെ, നിങ്ങളുടെ ഈ പറയുന്ന പഠിത്തമായാലും ഈ പറയുന്ന പോലെ നിങ്ങളുടെ ബേസിക് മാനേഴ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റേജാണ് ഈ പറയുന്ന ബ്രഹ്മചര്യ. 2ാമത്തെ സ്റ്റേജാണ് ഗൃഹസ്ഥ. ഇവിടെയാണ് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്. കുടുംബം, പ്രാരാബ്ദം, ഈ പറയുന്ന സംഭവങ്ങളൊക്കെ വരുന്ന സ്റ്റേജാണ് ഈ പറയുന്ന ഗൃഹസ്ഥ. 3 എന്ന് പറയുന്നത് വാനപ്രശസ്ത. ഇതൊരു പയ്യെ റിട്ടയർമെൻറ്റ് സ്റ്റേജ് എന്നൊക്കെ പറയാൻ പറ്റും ഇംഗ്ലീഷിൽ. നമ്മൾ പയ്യെ വിരമിക്കുന്നൊരു സ്റ്റേജാണ്. ഇനി 4ാമത്തെ സ്റ്റേജാണ് സന്യാസം, മോക്ഷത്തിലോട്ടുള്ള പാത. ഓക്കെ, പക്ഷേ ഈ പറയുന്ന കല്യാണം എന്ന് പറയുന്നത് ഗൃഹസ്ഥയിൽ വരും. കഴിച്ചിട്ട് നേരെ സന്യാസത്തിലോട്ട് പോവുക എന്ന് പറയുന്നത് തെറ്റായൊരു പ്രവണതയാണ്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഹിന്ദു മിത്തോളജീസിലും ഉപനിഷത്തുകളിലും പറയുന്നത്. 2 തരം ആൾക്കാരുകളുണ്ട്, അല്ലെങ്കിൽ 2 തരം ആളുകൾ, 2 കൂട്ടം ആളുകൾ ഉണ്ട് എന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ. 1ാമത്തെ കൂട്ടം എന്ന് പറയുന്നത് എസ്കേപ്പാണ്. അത് ഈ പറയുന്ന പോലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും എല്ലാം ഒളിച്ചോടുന്നവർ. ഇത് ചെയ്യാൻ പാടില്ല എന്നേ ഉപനിഷത്തുകളിലും ഈ പറയുന്ന ഹിന്ദു മിത്തോളജിയിലും പറയുന്നുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ അറ്റൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് നേടാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന നല്ല റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റാണ്ട് നിങ്ങൾ ഒളിച്ചോടുകയാണ്. നിങ്ങളുടെ ധർമ്മത്തെ നിങ്ങൾ ചെയ്യാണ്ടിട്ട് ഒളിച്ചോടുന്ന പരിപാടിയാണ്. പിന്നെ 2ാമത്തെ തരം ആളുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സ്പിരിച്വാലിറ്റി അങ്ങേയറ്റം തലക്ക് പിടിക്കുമ്പോൾ പറ്റുന്ന ഈ പറയുന്ന കുറേ ആളുകളുടെ വാക്കുകളും കേട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് പോകുന്നവരാണ്. അങ്ങനെയും പോകുന്നതിന് മുന്നേ ഈ പറയുന്ന നമ്മുടെ ധർമാസ് അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഈ പറയുന്ന കാര്യത്തിലോട്ട് പോകാൻ വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഗൃഹസ്ഥയിൽ നിന്നും ഡയറക്റ്റ് സന്യാസത്തിലോട്ട് പോരുതെന്ന് പറയുന്നത്. നമ്മൾ അതിനിടയിലുള്ള വാനപ്രശസ്തം എന്ന് പറയുന്ന സ്റ്റേജും കൂടി ഫിനിഷ് ചെയ്തിട്ട് വേണം നമുക്ക് സന്യാസത്തിലോട്ട് പോകാൻ. ഈ പറയുന്ന ഇതേ സിറ്റുവേഷൻ മഹാഭാരതത്തിലും നടന്നിട്ടുണ്ട്. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുക്ഷേത്ര യുദ്ധ സമയത്ത് അർജുനൻ ഇതേപോലൊരു സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് അപ്പുറത്ത് അർജുനൻ യുദ്ധം ചെയ്യാൻ പോകുന്നത് അർജുനൻ്റെ ബന്ധുമിത്രാദികളുണ്ട്, സ്വന്തം ഗുരുനാഥനുണ്ട്, മുതിർന്ന ആൾക്കാരുണ്ട്. ഇവരോടെല്ലാമാണ് അർജുനൻ യുദ്ധം ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അർജുനനും ഇതേപോലൊരു സ്റ്റേജൊന്നും യുദ്ധമൊന്നും വേണ്ട, ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടാം, എനിക്കും ഈ പറയുന്ന പോലെ കിരീടമോ പദവിയോ അവകാശങ്ങളോ ഒന്നും വേണ്ട, എനിക്ക് ഇതിൽ നിന്നും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒളിച്ചോടുന്നൊരു സ്റ്റേജുണ്ട്. അപ്പോൾ കൃഷ്ണൻ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ധർമ്മയോഗ. അതായത് നിങ്ങളുടെ ധർമ്മത്തെ നിങ്ങൾ പൂർത്തീകരിക്കുക.
അതിൽ നിന്ന് കിട്ടുന്ന എന്താ വരുന്ന ഈ പറയുന്ന ധർമ്മം നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്, പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്കതിൽ നിന്നും വരുന്ന ട്രോമാസ്, ഇതിന് നമ്മൾ ഡിറ്റാച്ച് ചെയ്യണം എന്നാണ് കൃഷ്ണൻ അതിനകത്ത് പറയുന്നത്. ഓക്കെ, കൃഷ്ണൻ പറയുന്ന കാര്യം കുറച്ചും കൂടി സിംപിളറായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ അർജുനൻ യുദ്ധം ചെയ്യണമെങ്കിൽ അർജുനൻ ഈ പറയുന്ന കൊല്ലാൻ പോകുന്നത് അർജുനൻ്റെ ഗുരുനാഥന്മാരെയും അർജുനൻ്റെ ബന്ധുമിത്രാദികളെയും അല്ലെങ്കിൽ അർജുനനേക്കാൾ മുതിർന്നവരെയാണ്. ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടാണ് അർജുനൻ ആ യുദ്ധം ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഒളിച്ചോടാൻ പോയത്. അപ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞത് അർജുനൻ എന്ന് പറയുന്നത് ഒരു ക്ഷത്രിയനാണ്, ക്ഷത്രിയൻ്റെ ധർമ്മമാണ് യുദ്ധം ചെയ്യൽ എന്ന്. എന്തിനു വേണ്ടിയായിരുന്നു ഈ യുദ്ധം എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ, അധർമ്മത്തെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം അധർമ്മത്തെ തോൽപ്പിച്ചാൽ മാത്രമേ ധർമ്മം ഉണ്ടാവുള്ളൂ, ആ ധർമ്മം ഉണ്ടായാൽ മാത്രമേ നല്ലൊരു പ്രപഞ്ചം ഉണ്ടാവുള്ളൂ എന്നാണ് പോയിരിക്കുന്നത്. ഇതേപോലെ ഈ പറയുന്ന മഹാഭാരതത്തിന് മുന്നൊരു യുദ്ധം നടന്നിട്ടുണ്ട്, അതാണ് രാമായണം. ഓക്കെ, ഇങ്ങനെ യുദ്ധങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇതേപോലെ യുദ്ധങ്ങൾ. നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് അറിയാണ്ടാണെന്ന് മാത്രം. ഓക്കെ, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളോ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. നമ്മൾ ഈ പറയുന്ന രണ്ടാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞില്ല, ആദ്യത്തെ കൂട്ടർ ഈ പറയുന്ന പോലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടിയിട്ട് അവർ ശാന്തിയും സമാധാനം തേടി പോകുന്നവരാണ്. ശരിക്കും അവർ ശാന്തി സമാധാനം തേടി പോകുന്നവരാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അങ്ങനെ തന്നെയാണ്, ശാന്തി സമാധാനം കിട്ടുന്നില്ല, ഒരിക്കലും ശാന്തി സമാധാനം കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും തീർത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന മോക്ഷം എന്ന് പറയുന്ന സംഭവം കിട്ടുള്ളൂ. അല്ലെങ്കിൽ അടുത്തൊരു ജന്മം എടുത്തിട്ട് ഈ പറയുന്ന ശാന്തി സമാധാനം തേടി വീണ്ടും പോകേണ്ടി വരും ഒന്നും കൂടെ. ബെറ്റർ നമുക്ക് മോക്ഷത്തിലോട്ട് പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുക എന്ന് ഞാൻ പറയുള്ളൂ. ഇനി രണ്ടാമത്തെ കൂട്ടർ, അതായത് സ്പിരിച്വാലിറ്റി തലയ്ക്ക് പിടിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർ. അതിനകത്ത് ഒന്നാമത്തെ, അതും തന്നെ 4ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. അതിനകത്ത് ആദ്യത്തെ തരംതിരിവ് അല്ലെങ്കിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ മക്കൾക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കെല്ലാം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു തോന്നൽ വരും. അതായത് എൻ്റെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി തീർത്ഥാടനത്തിലോട്ട് പോകാം എന്ന് പറയുന്നൊരു സംഭവം. പക്ഷേ അത് ചെയ്യുന്നതിന് മുന്നേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ഞാൻ അവസാനം പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തതായിട്ട് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന വാനപ്രശസ്തം എന്ന സ്റ്റേജ് ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ സന്യാസത്തിലോട്ട് പോകുക. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർമ്മബന്ധങ്ങൾ അപ്പോഴും നമ്മൾ മുറിയാണ്ട് അവിടെ നിന്ന് വീണ്ടും നമുക്ക് മോക്ഷത്തിലോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകും. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ വൈരാഗ്യം എന്ന് പറയുന്നത് അഹന്ത, ഈഗോ, ഇതെല്ലാം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ തിരിച്ച് അറിവ് തേടി പോകുന്നതാണ് ശരിക്കും സ്പിരിച്വാലിറ്റി, അല്ലേ? ഇതാണ് ഞാൻ മുന്നേയും പറഞ്ഞിരുന്നത്. ഇങ്ങനെ പോകുമ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവുകൾ, നമുക്ക് കിട്ടിയിരിക്കുന്ന നമുക്ക് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മളിത് പാസ് ഡൗൺ ചെയ്തിട്ട് വേണം പോകാൻ. അത് നമ്മുടെ അറിവുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക. അതേപോലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മൾ ചെയ്തു തീർക്കുക. ഇപ്പോൾ എന്ത് ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു അമ്മയാവാം, നിങ്ങളൊരു അച്ഛനാവാം, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ മക്കൾക്കും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക എന്നും പറഞ്ഞിട്ട് നമ്മൾ അവരിൽ നിന്നും പ്രതീക്ഷ വെച്ചിട്ട് വേണ്ട ഒന്നും ചെയ്യാൻ വേണ്ടി എന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്യാസത്തിലോട്ട് പോവാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഗുരുക്കന്മാർ നമ്മളെ വഴി കാണിക്കും ഈ പറയുന്ന സ്റ്റേജ് എത്തുമ്പോൾ. അപ്പോഴും ഈ പറയുന്ന നമ്മൾ ഗൃഹസ്ഥയിൽ നിന്നും ഡയറക്റ്റ് സന്യാസത്തിലോട്ട് കുറച്ച് പേര് പോകാറുണ്ട്. അപ്പോഴും പറയുന്നൊരു പ്രശ്നമാണ് ഈ വാനപ്രശസ്ത. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, നിങ്ങളുടെ ധർമ്മയോഗം നിങ്ങൾ ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ സന്യാസം സ്വീകരിക്കാൻ നോക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മോക്ഷം കിട്ടുള്ളൂ. കാരണം ധർമ്മം ഫിനിഷ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് മോക്ഷത്തിലോട്ടുള്ള പാത തുറക്കുള്ളൂ എന്നാണ് കൃഷ്ണൻ ഈ പറയുന്ന നമ്മുടെ മഹാഭാരത യുദ്ധസമയത്ത് പറയുന്ന ധർമ്മയോഗയിലൂടെ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് നിങ്ങളുടെ കർമ്മം നിങ്ങൾ തീർക്കുക, എന്നിട്ട് നിങ്ങൾ മോക്ഷത്തിലോട്ടുള്ള പാത സ്വീകരിക്കുക. ഇതാണ് ശരിക്കും സ്പിരിച്വാലിറ്റി. അതായത് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഫുൾഫിൽ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്പിരിച്വലായിട്ട് പോവുക മുന്നോട്ട്. അല്ലാണ്ട് റെസ്പോൺസിബിലിറ്റീസ് അവോയ്ഡ് ചെയ്തിട്ട് സ്പിരിച്വാലിറ്റിയിലോട്ട് പോകാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ഷാസ് കിട്ടില്ല.
എനിക്ക് ഇത്രയും ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കുറേ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത് കൊണ്ടും എനിക്ക് ഈ പറയുന്ന പോലെ സിംപ്ലിഫൈ ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ താല്പര്യമുള്ളതുകൊണ്ടും ഞാനത് പറയുന്നില്ല. ഇതുപോലത്തെ ടോപ്പിക്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് വന്നിട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റായിട്ട് പേഴ്സണൽ മെസ്സേജസ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.